കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, മൺസൂൺ ബ്രൈഡ് എന്നാണ് ഇതിന്റെ പേര്. അതെന്താ മൺസൂൺ കാലത്ത് കല്യാണം കഴിക്കുന്നതാണോ? അങ്ങനെയും പറയാം. പക്ഷെ ഇതിന്റെ ഇരകളാകുന്നത് കൂടുതലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്. പാകിസ്ഥാനിൽ ഈ ചൈൽഡ് മാരേജ് ഒക്കെ കുറഞ്ഞു വന്നതായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷെ 2022 മഹാപ്രളയത്തിന് ശേഷം ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും അത് കൃഷികളെ വല്ലാതെ ബാധിച്ചു. പട്ടിണിയായി, ദാരിദ്ര്യമായി. അപ്പൊ ഈ മൺസൂൺ കാലം എന്ന് പറയുന്നത് അവർക്കൊരു പേടി സ്വപ്നമായി. അതിനെ അതിജീവിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി മാറി. അപ്പൊ ആ സമയത്ത് കുടുംബത്തിലെ പെൺകുട്ടികളെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ അവർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കാനെങ്കിലും പറ്റുമല്ലോ, കുറച്ചെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത്. അപ്പൊ എങ്ങനെ ഇതൊരു ട്രെൻഡായി മാറിയത്? കാരണം ഇങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോൾ വരന്റെ വീട്ടുകാർ വധുവിന് പകരം വധുവിന്റെ വീട്ടുകാർക്ക് ക്യാഷ് കൊടുക്കും. ഏകദേശം 2 ലക്ഷം പാകിസ്ഥാൻ രൂപ വരെ കൊടുക്കാറുണ്ട്. ഈ തുക വധുവിന്റെ വീട്ടുകാർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കും. വരന്റെ വീട്ടിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് ഈ കെട്ടിച്ചുവിട്ടമൊക്കെ ഇപ്പോഴും സന്തോഷത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്? അങ്ങനെ വെച്ചാൽ കൂടുതൽ പേരും അല്ല. കാരണം ഈ വരന്റെ വീട്ടുകാരും കട എടുത്തിട്ടൊക്കെയാണ് വധുവിന്റെ വീട്ടിലേക്കുള്ള ക്യാഷ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഈ കടബാധ്യത അവർക്കുണ്ട്, അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാവില്ല. അപ്പോൾ ഈ വധുവും കൂടെ ചെല്ലുന്നതോടെ അവരുടെ കടങ്ങൾ കൂടും, വലിയൊരു ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോകുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ പഠിത്തം ഇല്ലാതാകും, സ്വപ്നങ്ങൾ ഇല്ലാതാകും. അപ്പോൾ ഈ ഒരു ട്രെൻഡിനെതിരെ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഇപ്പം രംഗത്തെത്തിയിട്ടുണ്ട്.